കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് തണ്ണീർമുക്കത്തേക്കാണ് യാത്ര. എന്നാൽ അന്തരീക്ഷം വീഡിയോഗ്രാഫിക്ക് ഒട്ടും അനുയോജ്യമല്ല. പ്രകാശക്കുറവ് നന്നായിട്ടുണ്ട്. എങ്കിലും പോയി നോക്കാം, അത്രയേ പറയുന്നുള്ളൂ. എന്തായാലും റോഡിൽ തിരക്ക് കുറവുണ്ട്. ഇത് അടുത്ത കാലത്ത് പുതുക്കിപ്പണിത ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ്. ഇതു പണിയുന്നതിനു മുമ്പ് മഴക്കാലത്ത് സ്ഥിരമായി വെള്ളപ്പൊക്കം മൂലം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുമായിരുന്നു. എന്തായാലും അതിന് ഒരു പരിഹാരമായി എന്നു വിചാരിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ മനോഹരൻ. ലീഫ്ടെക് മെഡിലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവമായ സ്വാഗതം. ഇപ്പോൾ സമയമേതാണ്ട് 5 മണിയായിട്ടുണ്ട്. ആകാശം കറുത്തിരുണ്ട് നിൽക്കുന്നതിനാൽ പ്രത്യേകിച്ച് ഇനി ഒരു അസ്തമയം വേണമെന്നില്ല. അതിന്റെ തെല്ലൊരു നിരാശ എനിക്കുണ്ട്. വെളിച്ചക്കുറവിന്റെ പോരായ്മകൾ വീഡിയോയിൽ ഉള്ളതിൽ ഖേദിക്കുന്നു. ഈ ബണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഇതിന്റെ ചരിത്രവും എല്ലാ മഴക്കാലത്തും ഇതുണ്ടാക്കുന്ന വിവാദങ്ങളും മനസ്സിലൂടെ കടന്നു പോകുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട് കായൽ. കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലായി പരന്നുകിടക്കുന്ന വേമ്പനാട് കായലിന്റെ വിസ്തീർണം 1512 ചതുരശ്ര കിലോമീറ്റർ ആണ്. അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴയാർ, പമ്പാനദി, പെരിയാർ തുടങ്ങിയ നദികൾ ഈ കായലിൽ ഒഴുകിയെത്തുന്നു. പാതിരാമണൽ, പള്ളിപ്പുറം, പെരുമ്പളം തുടങ്ങിയ ദ്വീപുകൾ വേമ്പനാട് കായലിലാണ്. വേമ്പനാട്ടുകായൽ അറബിക്കടലുമായി ചേരുന്ന പ്രദേശത്താണ് കൊച്ചി തുറമുഖം. അവിടെയെത്തുമ്പോൾ വേമ്പനാട് കായലിന്റെ പേര് വീരൻപുഴ എന്നാണ്. മാത്രമല്ല, റാംസർ ഉടമ്പടിയനുസരിച്ച് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു കായലായി വേമ്പനാട്ട് കായലിനെ അംഗീകരിച്ചിട്ടുമുണ്ട്. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിൽ മുൻപ് മഴക്കാലത്ത് മലകളിൽ നിന്നു വരുന്ന വെള്ളം മാത്രമേ കൃഷിക്ക് അനുയോജ്യമായിരുന്നുള്ളൂ. ചീനവല എന്നു പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു രൂപമുണ്ടല്ലോ, നീളമുള്ള മുളകൾ കൂട്ടിക്കെട്ടിയ രൂപം. ഇന്ന് അതൊക്കെ പോയിരിക്കുന്നു. എല്ലാം ഇരുമ്പ് പൈപ്പിലേക്ക് മാറിയിരിക്കുന്നു. അതൊരു കണക്കിന് നന്നായി, കാരണം കാട്ടിൽ നിൽക്കുന്ന മുളകൾക്കും അതിനെ ആശ്രയിച്ചു ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും ഇനി ആരെയും പേടിക്കണ്ടല്ലോ. എന്തായാലും മുളയുടെ സ്ഥാനത്ത് ഇരുമ്പ് പൈപ്പ് വന്നെങ്കിലും ചീനവലയുടെ ഭംഗി ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് ഇതു കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. ഇവിടെ ഒരു ബോട്ടും അതിനു മുന്നിലായി ചങ്ങാടം പോലെ എന്തോ ഒരു നിർമ്മിതിയും കണ്ടു. പക്ഷേ ഇതെന്താണ് എന്നെനിക്കറിയില്ല. അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. വേനൽക്കാലത്ത് കുട്ടനാട്ടിൽ കടൽവെള്ളം കയറി കൃഷിക്ക് അനുയോജ്യമല്ലാതാകുമായിരുന്നു. അതായത് കായൽ ജലവും കടലിലെ ഉപ്പുജലവും ചേർന്ന ഒരു വെള്ളം കയറി നെൽകൃഷിയും മറ്റും നശിക്കുന്നത് സാധാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 2 മഴക്കാലങ്ങളോട് അനുബന്ധിച്ച് വർഷത്തിൽ 2 കൃഷി മാത്രമേ അക്കാലത്ത് സാധ്യമായിരുന്നുള്ളൂ. ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് തണ്ണീർമുക്കം ബണ്ട് പദ്ധതി കേരളത്തിന്റെ ജലസംഭരണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറുന്നത്. ഇത് ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിനെ 2ആയി വിഭജിക്കുന്നുണ്ടെങ്കിലും കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള അവിടുത്തെ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടഞ്ഞു. വിളകളെ സംരക്ഷിക്കാൻ 1974 പൂർണ്ണമായി പ്രവർത്തനമാരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ മണ്ണ് റെഗുലേറ്ററുകളിൽ ഒന്നാണിത്. എന്താ ഒരു ഭംഗി! ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കവും കോട്ടയം ജില്ലയിലെ വെച്ചൂരും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വേമ്പനാട്ട് കായലിൽ കെട്ടിയിരിക്കുന്ന ഈ ബണ്ടിന് 1400 മീറ്റർ നീളമുണ്ട്. 1974 കുട്ടനാട് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ ബണ്ട്. വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കുട്ടനാട് പ്രദേശത്തേക്ക് കടക്കുന്നത് തടയാനും അവിടെയുള്ള നെൽവയലുകളെ സംരക്ഷിക്കാനും ഇത് സഹായിക്കുന്നു. ഈ ബണ്ടിന്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതുപോലെ തന്നെയാണ് തോട്ടപ്പള്ളി സ്പീൽവേയും. ഇതേ ജോലികൾ തന്നെയാണ് അതും നിർവഹിക്കുന്നത്. പക്ഷേ രണ്ടും 2 സ്ഥലത്താണ് എന്നു മാത്രം. വെളിച്ചം കുറഞ്ഞു വരികയാണ്. ഇനി ഇവിടെ നിന്നിട്ടു കാര്യമില്ല. ഇപ്പോൾ ഇത് കേരള ജലസേചന വകുപ്പിന്റെ, അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ കുട്ടനാട്ടിലെ കാർഷികവൽക്കരണ പരിപാടികൾക്കൊപ്പം ഉപ്പുവെള്ളം കയറുന്നതുമൂലം കൃഷിഭൂമിയും അതിലെ കൃഷിയും നഷ്ടപ്പെടുന്നത് ഒരു പതിവായിരുന്നു. എന്നാൽ 1940കളിൽ ഇതിനായി തുടങ്ങിയ കുട്ടനാട് പ്രൊജക്ടിന്റെ ഭാഗമായി നീണ്ട 20 വർഷങ്ങൾക്കുശേഷം 1961 ബണ്ടിന്റെ രൂപരേഖ സമർപ്പിക്കുകയും
1964 കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നിർമ്മാണം ആരംഭിച്ച് 1974 പൂർത്തിയാക്കി 1.4 കിലോമീറ്റർ നീളമുള്ള ബണ്ട് ഇപ്പോൾ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന 90ഓളം സ്റ്റീൽ ഷട്ടറുകൾ ഉപയോഗിച്ച് ഇതുവഴിയുള്ള ജലപ്രവാഹം നിയന്ത്രിക്കുന്നു. കോൺക്രീറ്റ്, സ്റ്റീൽ, സ്ഥലത്തെ മണ്ണ് എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം വേനൽക്കാലത്ത്, അതായത് ഡിസംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഷട്ടറുകൾ അടച്ച് ഉപ്പുവെള്ളം തടയുന്നു. അങ്ങനെ കായലിന്റെ തെക്കൻ ഭാഗത്തെ ജലം ശുദ്ധജലമാക്കി മാറ്റി കുട്ടനാട്ടിലെ നെൽകൃഷി സംരക്ഷിക്കുന്നു. മഴക്കാലം, അതായത് ജൂൺ മുതൽ നവംബർ വരെ ഷട്ടറുകൾ തുറന്ന് ജലം ഒഴുകാൻ അനുവദിക്കുന്നു. ഇത് വേമ്പനാട്ട് കായലിലെ ജലത്തിന്റെ ഗുണനിലവാരം പുനഃസ്ഥാപിക്കുകയും വെള്ളപ്പൊക്കം തടയുകയും ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈഡ്രോളിക് പദ്ധതികളിൽ ഒന്നാണ് തണ്ണീർമുക്കം ബണ്ട്. വേമ്പനാട്ട് കായലിനെ ശുദ്ധജല മേഖലയും ഉപ്പുവെള്ള മേഖലയും ആയി വിഭജിച്ചുകൊണ്ട് കാർഷികവും ജലസംരക്ഷണപരവുമായ പങ്കുവഹിക്കുന്നു. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട്ടിലെ കർഷകർക്ക് ഉപ്പുവെള്ളം കാർഷിക മേഖലയിൽ കടക്കുന്നത് തടയാൻ ഈ ബണ്ട് സഹായിക്കുന്നു. തണ്ണീർമുക്കം ബണ്ട് ഒരു ശ്രദ്ധേയമായ പദ്ധതിയാണെങ്കിലും ഇതിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ജലത്തിന്റെ നിശ്ചലത, മത്സ്യങ്ങളുടെ എണ്ണം കുറയുക, ടൂറിസം മൂലമുള്ള മലിനീകരണം എന്നിവ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതേ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തോട്ടപ്പള്ളി ഭാഗത്തുമുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഹൗസ് ബോട്ടുകൾ, നിയന്ത്രിത ടൂറിസം തുടങ്ങിയ സുസ്ഥിര ടൂറിസം പദ്ധതികൾ ഈ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സന്തുലനം സംരക്ഷിക്കാൻ സഹായിക്കും. എന്നാൽ പ്രാഥമികമായി ഒരു കാർഷിക സംരക്ഷണ പദ്ധതിയായിരുന്നെങ്കിലും തണ്ണീർമുക്കം ബണ്ട് ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പ്രധാന സ്ഥലമായി മാറിയിട്ടുണ്ട്. ഇവിടെയെത്തുന്ന ടൂറിസ്റ്റുകൾക്കു ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട്, ശികാര ബോട്ടുകളിൽ വേമ്പനാട്ട് കായലിൽ ചുറ്റാം. അതുപോലെ സന്ധ്യാസമയത്തെ കായൽ ദൃശ്യങ്ങളും അസ്തമയ കാഴ്ചയും അതിമനോഹരമാണ്. കോട്ടയത്തു നിന്നും കുമരകം വഴിയാണ് തണ്ണീർമുക്കത്തേക്ക് പോകുന്നതെങ്കിൽ കുമരകം പക്ഷി സങ്കേതത്തിൽ കൊച്ചുകുടുക്കൻ, വെള്ളരിക്കാക്കൻ, സൈബീരിയൻ ക്രെയിൻ തുടങ്ങിയ പക്ഷികളെ കാണാം. അതുപോലെ ചീനവലകൾ കാണാനും സ്ഥലത്തെ മത്സ്യത്തൊഴിലാളികളുമായി സംവദിക്കാനും കഴിയും. മാത്രമല്ല കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിന്റെ ഒരു ചെറിയ പതിപ്പും ഇവിടെ കാണാം. തണ്ണീർമുക്കം ബണ്ട് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം മാത്രമല്ല, കേരളത്തിന്റെ കായലുകൾ കാർഷിക ജീവിതവും മറ്റ് ഗ്രാമീണ ആകർഷണങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊരു മനോഹരമായ സ്ഥലമാണ്. തണ്ണീർമുക്കം ബണ്ട് മനുഷ്യന്റെ പ്രകൃതിയെ അതിജീവിക്കാനുള്ള പ്രയത്നത്തിന്റെ പ്രതീകമാണ്. കൃഷിയും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ അടിയന്തിരത്വം ഇന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നു. 1964 നിർമ്മാണം ആരംഭിച്ച് 1974 നവംബർ 26 അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തിയ 1400 മീറ്റർ നീളമുള്ള ഈ പദ്ധതിക്ക് അന്നു ചിലവായത് 13 കോടി രൂപ മാത്രമാണ്. അത് ഇന്നത്തെ മൂല്യത്തിലാണെങ്കിൽ ഏകദേശം 1500 കോടിക്കും മുകളിലായിരിക്കും. നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം, കാരണം ആ സമയത്തെ മികച്ച കാലാവസ്ഥ ബോട്ട് യാത്രകൾക്ക് അനുയോജ്യമാണ്. അതുപോലെ പക്ഷി നിരീക്ഷണത്തിന് മികച്ച സമയവും ഇതുതന്നെയാണ്. സമീപത്തെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ആലപ്പുഴ, കുമരകം, കോട്ടയം, പിന്നെ ബോട്ടിൽ സഞ്ചരിച്ചു മാത്രം എത്താനാകുന്ന ശാന്തമായ പാതിരാമൽ ദ്വീപ് എന്നിവയാണ്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ കാണുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി അപ്പോൾ കാണുന്ന ഓപ്ഷനുകളിൽ മുകളിൽ വരുന്ന ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു വയ്ക്കുക. അതുപോലെ ഈ ചാനലിൽ നിന്നുമുള്ള പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ യൂട്യൂബ് പോഡ്കാസ്റ്റിലും മറ്റ് പോഡ്കാസ്റ്റുകളിലും കേൾക്കാൻ കഴിയുന്നതാണ്. അതിനായി ലീഫ്ടെക് ഇന്ത്യ എന്നു സെർച്ച് ചെയ്താൽ മതിയാകും. വിശദമായി വായിച്ചറിയാൻ ലീഫ്ടെക് ഇന്ത്യ ബ്ലോഗ് സ്പോട്ട് സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ലീഫ്ടെക് മെഡിലൈഫ് സൈനിങ് ഓഫ്.